ഇന്നത്തെ നമ്മുടെ യാത്ര അതിരറ്റ് എക്സൈറ്റ്മെൻറ്റോട് കൂടിയുള്ളതാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ 50 കോടി കളക്ഷൻ ചിത്രമായ ദൃശ്യം സിനിമയുടെ ലൊക്കേഷൻ തേടിയുള്ള യാത്രയാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ജോർജ് കുട്ടിയുടെ വീടാണ്. 2013 ജിത്തു ജോസഫ് സാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ദൃശ്യം. ഈ ഒരു ചിത്രം ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു. ദൃശ്യത്തിൻ്റെ വലിയ വിജയം തന്നെയാവാം ആ ചിത്രത്തെ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ പ്രചോദനമായത്. ദൃശ്യത്തിൻ്റെ തമിഴ് പതിപ്പായ പാപനാസം എന്ന ചിത്രത്തിൽ കമലഹാസൻ സാറും ഗൗതമി മാമുമാണ് നായികാനായകന്മാർ. തെലുങ്ക്, ഹിന്ദി ഭാഷകൾക്ക് പുറമെ ചൈനയിൽ നിന്ന് വരെ ഈ ചിത്രത്തിൻ്റെ റീമേക്ക് ഉണ്ടായത് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായി. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയുടെ വീടായി കാണിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് വഴിത്തലയിലെ ഒരു വീടാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വഴിത്തലയിലെ മടത്തിപ്പറമ്പിൽ വീട്ടിലാണ്. ഈ വീട്ടിൽ വെച്ചാണ് ലാലേട്ടൻ്റെ ദൃശ്യം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ ചിത്രീകരിച്ച്. നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഈ വീട്ടിൽ അപ്പച്ചനോട് നമുക്ക് ഈ വീടൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാം. ഇവിടുത്തെ അപ്പച്ചൻ്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ലൊക്കേഷൻ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. 5 ഏക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വാഴ, റബ്ബർ, കൈതച്ചക്ക, മരച്ചീനി തുടങ്ങിയ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. ജോർജ് കുട്ടി ഒരു കൃഷിക്കാരനായതുകൊണ്ട് തന്നെ ദൃശ്യം എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ വീടായി കാണിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ വീട് ഇത് തന്നെയാണ്. ഈ വീടിരിക്കുന്നത് തൊടുപുഴ ടൗണിനടുത്താണെങ്കിലും ഗ്രാമീണത ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു നാട് തന്നെയാണ് വഴിത്തല. ഈ വീടിൻ്റെ പറമ്പിലും മുറ്റത്തും സിറ്റൗട്ടിലും എല്ലാം ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ സീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ പുറത്തെ വഴിയിൽ നിന്നും നമുക്ക് കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ തുടക്കഭാഗത്ത് ലാലേട്ടൻ സൈക്കിളിൽ വന്ന് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സീനുണ്ട്. കൂടാതെ വരുൺ അഞ്ജുവിനെ തിരക്കി വരുന്ന ഒരു സീൻ കാണിക്കുന്നത് ഈ ഒരു വഴിയിലാണ്. ഗേറ്റ് കടന്നു വരുന്ന ഈ എൻട്രൻസ് ഭാഗത്താണ് ഏഷ്യാനെറ്റിൻ്റെ ഓബിവാനൊക്കെ കിടക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് നാട്ടുകാരും സഹദേവനും തമ്മിലുള്ള ആ ഒരു സംഘർഷ രംഗമൊക്കെ കാണിക്കുന്നത്. സഹദേവനെ നാട്ടുകാരിട്ട് ഓടിക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിനപ്പുറത്തെ ആ പറമ്പിലൂടെയാണ്. ദൃശ്യം 2ൻ്റെ ഷൂട്ടിംഗ് സമയത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ലാലേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ലാലേട്ടൻ്റെ വണ്ടി കിടക്കുന്നതും ഇതേ വഴിയിലാണ്. ദൃശ്യം 2-ൽ അനുമോളുടെ ഫ്രണ്ട്സൊക്കെ വന്നു നിൽക്കുന്നത് ഈ ഒരു മുറ്റത്താണ്. ദൃശ്യത്തിലും ദൃശ്യം 2-ലും ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ച് ഒരുപാട് സീൻസ് ഉണ്ട്. ദൃശ്യത്തിൽ അൻസിബ ചെയ്ത അഞ്ജു എന്ന കഥാപാത്രം ലാലേട്ടനോട് നേച്ചർ ക്യാബിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സിറ്റൗട്ടിൽ നിന്നാണ്. ആ ഒരു സീനിൽ തന്നെയാണ് മീന മാം മാരുതി കാർ വാങ്ങുന്ന ഒരു കാര്യം പറയുന്നത്. ദൃശ്യം 2-ൽ അനുമോളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഇരിക്കുന്നത് ഈ ഒരു സിറ്റൗട്ടിലാണ്. അപ്പോഴുള്ള സോങ് സീക്വൻസിലൊക്കെ ഒരുപാട് സമയം ഈ സിറ്റൗട്ട് കാണിക്കുന്നുണ്ട്. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഈ വരാന്തയില്ല, പിന്നീടാണ് ഒരു റൂമും വരാന്തയും നിർമ്മിച്ചത്. ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ഈ ഒരു വരാന്തയും ആ ഒരു റൂമും കാണിക്കുന്നത്. ഈ ഒരു കാർ പോർച്ച് പ്ലൈവുഡ് മെറ്റീരിയൽ കൊണ്ട് സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. കൂടാതെ ഇതിന് സീലിംഗും ചെയ്തിട്ടുണ്ട്. വരുണിൻ്റെ ബോഡി മറവ് ചെയ്യുന്ന അനുമോള് നോക്കുന്ന ആ ജനൽ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഷെഡിൽ വെച്ചാണ് വരുൺ കൊല്ലപ്പെടുന്നത്. വരുണിൻ്റെ ബോഡി കുഴിച്ചിടുന്നത് അനുമോള് കാണുന്ന ഈ ഒരു ജനലിൽ കൂടിയാണ്. പക്ഷേ വരുണിൻ്റെ ബോഡി ഷെഡിൽ വെച്ച് ജാക്കിൽ കെട്ടുമ്പോൾ അനുമോള് നോക്കുന്ന ഇപ്പുറത്തെ ഈ ജനലിൽ കൂടിയാണ്. വരുണിൻ്റെ ബോഡി കുഴിച്ചിട്ട പറമ്പാണിത്. ഇതേ സ്പോട്ടിൽ തന്നെയാണ് ലാലേട്ടൻ ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്ത് കമ്പോസ്റ്റ് കുഴി കുത്തുന്നത്. ദൃശ്യം സിനിമയുടെ ഇൻ്റർവൽ സീനിൽ ലാലേട്ടൻ നിൽക്കുന്നത് ഈ ഒരു വാഴയുടെ സമീപം തന്നെയാണ്. ഇവിടെ തന്നെയാണ് വരുണിൻ്റെ ബോഡി കുഴിച്ചിട്ടത്. വീടിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയാം. വീട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് 4 വർഷം മുമ്പ് തന്നെ പണിതു. പിന്നെ ഒരല്പം പണികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് കയറി താമസത്തോടു കൂടി തന്നെ പൂർത്തീകരിച്ച് ഞങ്ങൾ കയറുകയും ചെയ്തു. 1980-ലാണ് ഇവിടെ. അതിനു മുമ്പ് വീട് പണിതിട്ടുണ്ടാവും. ജോസഫ് സാർ ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം ദൃശ്യം ഫസ്റ്റ് ഇവിടെ ഷൂട്ട് ചെയ്തപ്പം ഈ വീട് ഷൂട്ടിനായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് അപ്പച്ചൻ്റെ ഒരു മൈൻഡ് എങ്ങനെയായിരുന്നു? ജോസഫ് സാറ് ആദ്യം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വന്നപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ വന്നു, പുള്ളി കണ്ടു, കഥയ്ക്കനുസരിച്ചുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു അനുഭവം ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷമൊക്കെ തോന്നി. നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ചെയ്തു. ഇപ്പോൾ ലാലേട്ടനെ ഫസ്റ്റ് കാണുന്നത് ഇവിടെ വന്നപ്പോഴാണ്. അതെ അതെ.
അപ്പോൾ ലാലേട്ടനെ ഫസ്റ്റ് കാണുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്താണ് അതിന് തോന്നിയത്? ലാലേട്ടനെ പറ്റി സാധാരണ സിനിമാ നടന്മാരെ പറ്റി നമ്മുടെ മനസ്സിലൊരു അഭിപ്രായം ഉണ്ടല്ലോ, വലിയ ഗൗരവമാണ്, കൂടുതൽ സംസാരിക്കുകയില്ല എന്നൊക്കെ ഒരു തോന്നൽ. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് വളരെ സിമ്പിളാണ്. ഇഷ്ടംപോലെ വർത്തമാനം പറയും, നല്ല പെരുമാറ്റം, ഞങ്ങളോട് നല്ല സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അടുക്കള ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ് സീനിൽ ലാലേട്ടൻ പത്രം വായിക്കുന്നത്. IG ഗീതാ പ്രഭാകർ രാജിവെച്ചു എന്നാണ് ആ വാർത്ത. ദൃശ്യം 2-ൽ മീന മാമും ലാലേട്ടനും തമ്മിലുള്ള ആദ്യ ഡയലോഗ് സീൻസൊക്കെ ഇവിടെ വെച്ചാണ്. ദൃശ്യത്തിൽ നിന്നും ദൃശ്യം 2-ലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടി ഒരു കൃഷിക്കാരനിൽ നിന്ന് ഒരു തിയേറ്റർ ഉടമയായി മാറുന്നുണ്ട്. സിനിമയ്ക്ക് തിരക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കിയ കാര്യവും മമ്മൂട്ടി ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിയെന്ന കാര്യവും ജോർജ് കുട്ടി പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഇനി ജോർജ് കുട്ടിനെ കുടുംബത്തിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ദമ്പതികൾ വന്ന് താമസിച്ച ആ വീടിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഈ വീടിൻ്റെ കരോട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് പോലീസ് ദമ്പതികളുടെ ആ ഒരു വീട് സെറ്റിട്ടിരുന്നത്. ഈ വീടിൻ്റെ ഇപ്പുറത്തുള്ള ഈ വഴിയിൽ വെച്ചാണ് മീനാമാമും അഞ്ജലിയും സംസാരിച്ചു പോകുന്ന ആ രംഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ദൃശ്യം 2-ൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ആ സെറ്റൊക്കെ ഇപ്പോൾ പൊളിച്ച് ഇപ്പോൾ ഇവിടെ ജോസഫ് അപ്പച്ചൻ്റെ കൈതച്ചക്ക കൃഷിയാണ്. ദൃശ്യ സിനിമയിൽ ജോർജ് കുട്ടി ഒരു കൃഷിക്കാരനാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ജോസഫ് അപ്പച്ചനും ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും നമ്മൾ നേരത്തെ കണ്ട ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വീടിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നമ്മുടെ ലാലേട്ടൻ ഉപയോഗിച്ച മുറി ഒന്ന് കാണാം. കയറി വരുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന ഈ വീടിൻ്റെ ലിവിങ് ഏരിയയാണ്. ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിൽ വെച്ചാണ് ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ SI ആയി അഭിനയിക്കുന്ന ഇർഷാദ് സാർ ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്യുന്നത്. ഇതേ ലിവിങ് ഏരിയയിൽ വെച്ചാണ് ജോർജ് കുട്ടിയും കുടുംബവും ഫാദർ കാച്ചിറപ്പള്ളി അച്ഛൻ ധ്യാനത്തിൻ്റെ CD കാണുന്നത്. ദൃശ്യത്തിലും ദൃശ്യം 2-ലും ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ വെച്ച് ഒരുപാട് സീൻസ് ഉണ്ട്. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ തൊടുപുഴയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം മീനാമാം ലാലേട്ടനോട് പറയുന്നത് ഈ ഡൈനിങ് ടേബിളിൽ വെച്ചാണ്. ദൃശ്യം 2-ൽ ഗ്ലാസ് ടോപ്പുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കാണിക്കുന്നത്. അനുമോളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു ടേബിളിൽ ഇരുന്നാണ്. ദൃശ്യം എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഉപയോഗിച്ചിരുന്ന മുറി ആ കാണുന്നതാണ്. അപ്പോൾ ലാലേട്ടൻ്റെ മുറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ അഞ്ജുവിൻ്റെ മുറിയിലേക്ക് പോകും. അഞ്ജുവിൻ്റെ റൂമിന് തൊട്ടടുത്തുള്ള ഈ റൂം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വരുൺ കൊല്ലപ്പെടുന്ന രാത്രിയിൽ അനുമോൾ ഇറങ്ങി വരുന്നത് ഈ ഒരു റൂമിൽ നിന്നാണ്. ഈ വീട്ടിലെ മോന് ഓൺലൈൻ ക്ലാസ് നടക്കാനകത്ത്, അതുകൊണ്ട് നമ്മൾ ആ മുറിക്കകത്തേക്ക് കയറുന്നില്ല. പച്ചപ്പ് നിറഞ്ഞ വലിയൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ദൃശ്യം ചിത്രീകരിച്ച വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. ബൈ. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്, റൂം, ലിവിങ് ഏരിയ, അങ്ങനെ ഏത് ഭാഗം എടുത്താലും അതെല്ലാം ലാലേട്ടൻ നിന്ന ഫ്രെയിംസ് ആണ്. ജിത്തു ജോസഫ് സാർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ആ ഫ്രെയിംസ് ഒക്കെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോഴുള്ള സന്തോഷം സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല.